ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തനി നാടൻ രീതിയിൽ നെയ്യപ്പം തയ്യാറാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അതിനായി ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ അരി വെള്ളത്തിലിട്ട് കുതിർക്കണം. ഇത് വെള്ളം തോരാനായിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്തു വയ്ക്കാം. വെള്ളം തോർന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഒരു പുട്ടിൻ്റെ മാവിൻ്റെ പരുവത്തിൽ വേണം അരി പൊടിച്ചെടുക്കാൻ. ഈ മാവിൽ ചേർക്കാനായി 3-4 കഷ്ണം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതാറിയതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. മധുരം ടാലി ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം മാവ് യോജിപ്പിക്കാൻ. ഇനി ഈ മാവിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചെറിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് ഇളക്കി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിയെടുക്കാം. അടുപ്പിൽ നിന്നും വാങ്ങിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എള്ളും കൂടെ ഇട്ട് ഈ മാവിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കണം. ഈ മാവ് കുറച്ച് പൊന്തി വരാനായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോ തവിയായി കോരി ഒഴിച്ച് ഒരു വശം മൂത്തതിന് ശേഷം തിരിച്ചിടുക. ഇപ്പോൾ നല്ല സൈഡെല്ലാം മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് 4 മണിക്ക് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ഗുഡ് ബൈ.